നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് 4-ാം വാർഡിൽ വില്ലണി EMS മൈത്രി നഗറിൽ 1.22 കോടി രൂപ ചിലവഴിച്ച് 4800 ചതുരശ്ര അടി വിസ്തൃതിയിൽ കൺവെൻഷൻ സെന്ററും കുടുംബശ്രീ K-Vibes അപ്പാരൽ പാർക്കും ഒരുങ്ങുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മാരകമായി VS കൺവെൻഷൻ സെന്റർ എന്ന നാമധേയത്തിലാണ് സെന്റർ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർമ്മിക്കുന്ന ആദ്യത്തെ കെട്ടിട സമുച്ചയമെന്ന പ്രത്യേകതയും കെട്ടിടത്തിനുണ്ട്. പഞ്ചായത്ത് വാങ്ങിയ 22 സെന്റ് സ്ഥലത്താണ് സെന്റർ ഉയരുന്നത്. പഞ്ചായത്ത് വികസന ഫണ്ട്, തനത് ഫണ്ട്, വാർഡിൽ വികസനത്തിന് ലഭിച്ച തുക എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം. വസ്ത്രനിർമ്മാണത്തിൽ പുതിയ മുന്നേറ്റം കുറിക്കുന്ന ജില്ലയിലെ രണ്ടാമത്തെ അപ്പാരൽ പാർക്കാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്ന K-Vibes കുടുംബശ്രീ അപ്പാരൽ പാർക്ക്. കേരള ബാങ്കിന്റെ സഹായത്തോടെ 10 ലക്ഷം രൂപ ലോണും പഞ്ചായത്ത് കുടുംബശ്രീ മിഷൻ ഗ്രാന്റ് സബ്സിഡിയും ഉപയോഗിച്ച് 25 തയ്യൽ മെഷീനുകൾ, എംബ്രോയിഡറി മെഷീൻ, ഓവർലോക്ക് മെഷീൻ, കട്ടിംഗ് മെഷീൻ, അയണിംഗ് മെഷീനുകൾ, ഫർണിച്ചർ എന്നിവ അപ്പാരൽ പാർക്കിൽ ലഭ്യമാക്കും. കുടുംബശ്രീ മിഷനിൽ രജിസ്റ്റർ ചെയ്ത അപ്പാരൽ പാർക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതോടെ കുടുംബശ്രീ അംഗങ്ങളായ 35 വനിതകൾക്ക് സ്ഥിര വരുമാനം ലഭ്യമാകും. നൈറ്റികൾ, ഷർട്ടുകൾ, ചുരിദാർ ടോപ്പുകൾ, ബാഗുകൾ, പരിസ്ഥിതി സൗഹൃദ തുണിസഞ്ചികൾ എന്നിവ നിർമ്മിക്കാൻ പരിശീലനം നൽകും. ലഹരിയാകാം കളിയിടങ്ങളോടെന്ന ക്യാമ്പയിൻ ഭാഗമായി കൺവെൻഷൻ സെന്ററിന്റെ വളപ്പിൽ തന്നെ വോളിബോൾ, ഷട്ടിൽ, ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും AC ഫണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് വോളിബോൾ കോർട്ട് നിർമ്മിക്കുന്നത്. നിലവിൽ റീറ്റെയിനിംഗ് ഭിത്തി, ഗാലറി എന്നിവയുടെ നിർമ്മാണം നടന്നു വരികയാണ്. VS കൺവെൻഷൻ സെന്ററിന്റെയും കുടുംബശ്രീ K-Vibes അപ്പാരൽ പാർക്കിന്റെയും ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് വില്ലണി മൈത്രി നഗറിൽ നാളെ നിർവഹിക്കും. ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് വോളിബോൾ, ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ കൺവെൻഷൻ സെൻറ്റർ കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആദരണീയനായ ശ്രീ VS അച്യുതാനന്ദൻ്റെ നാമധേയത്തിൽ ഈ കൺവെൻഷൻ സെൻറ്റർ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രീ VS അച്യുതാനന്ദൻ സ്മാരക കൺവെൻഷൻ സെൻറ്ററായി വില്ലണി മൈത്രി നഗറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ നാമധേയം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെയും സഹകരണത്തോടെ ഏതാണ്ട് 50-ലധികം സ്ത്രീകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന നമ്മുടെ ഒരു അപ്പാരൽ പാർക്ക്, വസ്ത്രനിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ആ വസ്ത്രനിർമ്മാണ യൂണിറ്റ് K-Vibes എന്ന പേരിൽ, അപ്പാരൽ ഗ്രൂപ്പ് എന്ന പേരിലാണ് നമ്മൾ അതിന് നാമധേയം ചെയ്തിട്ടുള്ളത്. K-Vibes അപ്പാരൽ ഗ്രൂപ്പ് അത് പുറത്തെടുക്കുന്നത് വിവിധതരം വസ്ത്രങ്ങൾ, സ്ത്രീകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് രഹിത തുണിസഞ്ചികൾ, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി തോരണങ്ങൾ ഉൾപ്പെടെയുള്ള മെറ്റീരിയൽ ഇവിടെ K-Vibes അപ്പാരൽ ഗ്രൂപ്പിൽ നിന്നും പുറത്തിറക്കുന്നതിന് വേണ്ടിയാണ്, നിർമ്മിച്ച് പുറത്തിറക്കുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ മിഷനും ജില്ലാ മിഷനും ഒക്കെ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കെട്ടിടത്തിൻ്റെ വളപ്പിൽ തന്നെ ഉള്ള ബാക്കി സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 23 ലക്ഷം രൂപ കൂടി ചെലവഴിച്ചുകൊണ്ട് ഒരു വോളിബോൾ കോർട്ടും അതോടൊപ്പം തന്നെ ഷട്ടിൽ, ബാഡ്മിൻ്റൺ കോർട്ടും കുട്ടികളുടെ ഒരു പാർക്കും നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെ യുവജന നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ പദ്ധതിയുടെ ഭാഗമായി ഈ പ്രദേശത്തെ യുവാക്കൾക്ക് അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഒരു മിനി സ്റ്റേഡിയം കൂടി ഇതോടൊപ്പം നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ഉദ്ഘാടന കർമ്മം നാളെ ഒക്ടോബർ മാസം 4-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ സ്മാരക കൺവെൻഷൻ സെൻറ്റർ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തലയോലപ്പറമ്പ് റോട്ടറി ക്ലബിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ തലയോലപ്പറമ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെൻ്റ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് റെജി അറാക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അനി ചല്ലാങ്കൽ, ക്ലബ് സെക്രട്ടറി ശ്രീകാന്ത് സോമൻ തുടങ്ങിയവർ സംസാരിച്ചു.
റോട്ടറി ക്ലബ് അംഗങ്ങൾ, പഞ്ചായത്ത് ഹരിതകർമ്മസേന പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ എന്നിവർ ചേർന്ന് ആശുപത്രി പരിസരം, റോഡിന്റെ ഇരുവശങ്ങൾ എന്നിവ ശുചീകരിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. അപ്പം നല്ലൊരു പ്രതിബദ്ധതയുള്ള ജനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നമ്മുടെ വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ നാടിൻ്റെ ശുചിത്വവും മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശുചിത്വോത്സവത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് റോട്ടറി ക്ലബ്ബ് നമ്മളോട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പം നിങ്ങളും നമ്മുടെ തൊഴിലാളികളോടൊപ്പം തന്നെ ഒരു ഉച്ചവരെയെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു ഒരു ഉദ്ഘാടന കർമ്മത്തിൽ മാത്രം ഒതുങ്ങി പോകാതെ കുറച്ച് സ്ഥലം എങ്കിലും നമുക്ക് വിനയമായിട്ട് ഇടാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മുടെ ജീവനക്കാരും ഞങ്ങളും അവരോടൊപ്പമുണ്ട്. വിജയദശമി ദിനത്തിൽ വൈക്കം മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും, മണ്ണക്കനാട് ദേവീക്ഷേത്രത്തിൽ പ്രശസ്ത സിനിമാ താരം ബാബു നമ്പൂതിരിയും കുരുന്നുകൾക്ക് നാവിൽ ആദ്യാക്ഷരം കുറിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏക സ്വയംഭൂ സരസ്വതി ദേവി ക്ഷേത്രമാണ് ടി.വി.പുരം സ്വയംഭൂ സരസ്വതി ദേവി ക്ഷേത്രം. വിജയദശമി ദിനത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ദേവീ ദർശനത്തിനും കുട്ടികൾക്ക് വിദ്യാരംഭത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നത്. മേൽശാന്തി ഷിജു പവിത്രൻ കുട്ടികൾക്ക് നാവിൽ ആദ്യാക്ഷരം പകർന്നു നൽകി. നവരാത്രി മണ്ഡപത്തിൽ സംഗീതാർച്ചനയും നടന്നു. സമദൂരത്തിൽ കഴിയുന്ന NSSനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയുമാക്കാൻ ശ്രമിക്കരുതെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. NSS ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിജയദശമി നായർ മഹാസമ്മേളനം പെരുന്നയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാന്യമായി പ്രവർത്തിക്കുന്ന NSSനെ ലാഭേച്ഛ കണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ഒരു നൂറ്റാണ്ട് പിന്നിട്ട പാരമ്പര്യവുമായി 112ാമത് വിജയദശമി നായർ മഹാസമ്മേളനം പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി. 112 വർഷമായ NSS അതിശക്തമായ എതിർപ്പുകളെ അതിജീവിച്ചാണ് വളർന്നതെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. സുകുമാരൻ നായരുടെ മാറിൽ നൃത്തമാടുന്നത് പോലെ നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. മാന്യമായി പ്രവർത്തിക്കുന്ന NSSനെ ലാഭേച്ഛ കണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. NSSന് കമ്മ്യൂണിസ്റ്റുകൾ നിഷിദ്ധമല്ല, നല്ലതിനെ അംഗീകരിക്കും. രാഷ്ട്രീയമായി സമദൂരത്തിലാണെങ്കിലും സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തിയത് രാഷ്ട്രീയം നോക്കിയല്ല. സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ബോർഡ് പൊങ്ങിയെന്ന് പ്രചരണം നടത്തി. ഇതിൻ്റെ പിന്നിൽ ചിലരുടെ ഇടപെടൽ ഉണ്ടെന്ന് വ്യക്തമാണ്. നേതൃത്വത്തെ വ്യക്തിഹത്യ ചെയ്താൽ NSSനെ തകർക്കാനാകില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമലയിൽ മുൻകാലങ്ങളിലെ പോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ദേവസ്വം ബോർഡ് സംരക്ഷിച്ചു വരുന്ന സന്ദർഭത്തിൽ ശബരിമലയിൽ വികസനം കൂടി വേണം. അതിന് ആശയതലത്തിൽ കൂടിയാലോചന വേണമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞപ്പോൾ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും നിലനിർത്തണമെന്നാണ് NSS പറഞ്ഞത്. അതിനുവേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം NSSന് ആവശ്യമില്ലെന്നും അടിത്തറയുള്ള സംഘടന മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 112 വർഷമായെങ്കിൽ സർവീസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് 112 വർഷമാണ്. ഈ കാലമത്രയും അതിശക്തമായ എതിർപ്പുകളെ തരണം ചെയ്താണ് ഇന്നോളം ഇവിടെ എത്തിച്ചത്.
ആ എതിർപ്പുകളിലൂടെയാണ് നായർ സർവീസ് സൊസൈറ്റി വളർന്നത്. സമുദായ മധ്യത്തിലും ഏത് രംഗത്തെടുത്തു നോക്കിയാലും മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കേവലം ലാഭേച്ഛ കണ്ടുകൊണ്ട് ആരെയെങ്കിലും മുന്നേറിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ അതൊരു ശരിയായ നടപടിയാണ്. ഞങ്ങൾ ശബരിമല കാര്യത്തിലാണ് സംഭവം. രാഷ്ട്രീയ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല, ആ കാര്യം പറയുന്നില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്, നമ്മുടെ കേരളത്തിൽ. എനിക്ക് ഒരു കാര്യം പറയാം. സമൂഹത്തിൽ കഴിയുന്ന നായർ സമുദായത്തെ രാഷ്ട്രീയത്തിലുള്ളവരാണെന്ന് പറയാം. സമൂഹത്തിൽ കഴിയുന്ന എത്രയോ ലക്ഷക്കണക്കിന് സമുദായ സ്ത്രീകളുണ്ട്. അവരെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ, NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ, സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ, ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള എന്നിവർ പ്രസംഗിച്ചു. ഒരു നൂറ്റാണ്ട് പിന്നിട്ട പാരമ്പര്യവുമായി 112ാമത് വിജയദശമി നായർ മഹാസമ്മേളനം പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി. യൂണിയനിലെ 5 മേഖലകളിൽ സമ്മേളനങ്ങൾ, കരയോഗം ഭാരവാഹികളുടെ നേതൃസംഗമങ്ങൾ, കരയോഗ സന്ദർശനം എന്നിവ പൂർത്തിയാക്കിയാണ് വിജയദശമി നായർ മഹാസമ്മേളനത്തിലേക്ക് ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ കടന്നത്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. BJP കർഷക മോർച്ച ഇലഞ്ഞി ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്ത് ശുചീകരണ പ്രവർത്തനവും യോഗവും നടത്തി. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങട്ട് അധ്യക്ഷത വഹിച്ച യോഗം മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷാബു VC ഉദ്ഘാടനം ചെയ്തു. BJP പിറവം മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ, BJP പിറവം മണ്ഡലം ജനറൽ സെക്രട്ടറി ലിൻഡോ വിൽസൺ, BJP ഇലഞ്ഞി പ്രസിഡന്റ് ഷൈബി തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അജിമലയിൽ സ്വാഗതവും സുധീഷ് കുമാർ S നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗീത നിരവത്, രവീന്ദ്രൻ ശില്പശാല, സന്തനു S, ശ്രീജ S, തങ്കപ്പൻ PJ, സന്തോഷ്, വിശംഭരൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടി കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ ഇലഞ്ഞി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ശുചീകരണ വേല ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ശുചീകരണം മാത്രമല്ല എന്നിവിടെ പ്രിയപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് സൂചന മാത്രമല്ല, അത് ആ രീതിയിൽ തന്നെ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞി പഞ്ചായത്തിലെ ഈ ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ച് നടത്തേണ്ട വിവിധ കാര്യങ്ങളെക്കുറിച്ചും കർഷക മോർച്ച വിശദമായ ഒരു അവലോകന യോഗം തന്നെ അടുത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഈ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് വേണ്ട സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത്. കൂടാതെ ഇവിടെ ഈ ഹോസ്പിറ്റലിനോടനുബന്ധിച്ചുള്ള മെഡിസിന്റെ വിതരണവും ഇതിന്റെ കാര്യങ്ങളും നമ്മുടെ ആരാധനായ കർഷക മോർച്ചയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് ഇവിടെ സൂചിപ്പിച്ചു. ഇത്ര ദയനീയമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്നുള്ള വിവരവും ഇത് അറിയിക്കേണ്ടവർക്ക് അറിയിച്ച് ഇതിനു വേണ്ട ഏത് രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങളും നാട്ടുകാരും ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുമായി സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ കർഷക മോർച്ച മുന്നോട്ട് പോകുന്നതാണ്. മൂവാറ്റുപുഴയാറിൽ പിറവം രാമമംഗലം അപ്പാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ 2 യുവ എഞ്ചിനീയർമാരിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഒരാളെ കാണാതായി. എരുമേലി വട്ടപ്പറമ്പ് കവല ഞാറ്റുകാലായിൽ ഏലിയാസിൻ്റെയും സോയയുടെയും മകൻ ആൽബിൻ ഏലിയാസാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. വയനാട് മാനന്തവാടി എടുകുണി PN അർജുനെ കാണാതായി. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന ഫോർട്ട് കൊച്ചി സ്വദേശി സൂരജ് പുഴയിൽ ഇറങ്ങാതിരുന്നതിനാൽ രക്ഷപ്പെട്ടു. പുഴയിലേക്കുള്ള പടവിൽ കുളിക്കുന്നതിന് തയ്യാറെടുക്കുമ്പോൾ ആൽബിൻ പുഴയിൽ വീണു എന്നാണ് വിവരം. ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ആൽബിൻ്റെ കയ്യിൽ പിടിക്കുന്നതിനുള്ള ശ്രമത്തിൽ അർജുനും ഒഴുക്കിൽപ്പെട്ടു. ഇരുവരും മുങ്ങിത്താഴുന്നത് കണ്ട് ഭയന്ന സൂരജ് 150 മീറ്ററോളം ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരമറിയിച്ചു. പിന്നാലെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും പോലീസും നടത്തിയ തിരച്ചിലിൽ കടവിന് സമീപം പുഴയിൽ നിന്ന് ആൽബിൻ്റെ മൃതദേഹം കണ്ടെടുത്തു. ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.